ഈ ആഴ്ചയിലെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് കേട്ടോ പറയാൻ പോകുന്നത്. അങ്ങനെ നയനനെ കാണാതെ നാടൊട്ടാകെ ഇങ്ങനെ നടക്കുകയാണ് ആദർശും ജയനും ഒക്കെ ആയിട്ട്. അങ്ങനെ അനിയൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു സമയത്ത് അനി ചോദിക്കുകയാണ്, ഏട്ടാ എന്തെങ്കിലും നയനേച്ചിക്ക് വേദനിപ്പിക്കുന്ന ഒരു സംഭവം ചേട്ടന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായെന്ന് ചോദിക്കുമ്പോൾ, എടാ നീ കണ്ടതല്ലേ ഇന്നലെ എല്ലാവരും എന്ത് സന്തോഷത്തിലായിരുന്നു, എന്നോട് ഡാൻസ് ഒക്കെ കളിച്ച് എന്തുമാത്രം ഹാപ്പി ആയിരുന്നു അവള്, എല്ലാ മാസത്തിലും ഞങ്ങളല്ലേ ജയിച്ചത്, അതുപോലെ എന്ത് സന്തോഷമായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അനി പോയി ചോദിക്കാണ്, പിന്നെ എന്തിനാ ചേട്ടത്തി ഈ ഒരു കടുങ്കൈ ചെയ്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ജയൻ ഒരു സംശയം പറയാണ്, ഒരു പക്ഷേ നമ്മുടെ ഗേറ്റ് കടന്നു എന്നല്ലേ സെക്യൂരിറ്റി പറഞ്ഞത്, അതിനുശേഷം കാണാം ആരെങ്കിലും നയൻ തട്ടിക്കൊണ്ട് പോയി കാണുമോ നവ്യനെ പോലെ, അങ്ങനെ പറഞ്ഞിട്ട് എല്ലാവരും തല പുകഞ്ഞ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ആദർശ് പറയാണ്, എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല, എങ്ങനെയെങ്കിലും നയനെ കണ്ടെത്തിയാൽ മതിയാകൂ എന്നൊക്കെ പറഞ്ഞ് ആദർശ് തല പുകഞ്ഞ് നടക്കുന്നത് കാണുമ്പോൾ ദേവനിക്ക് ദേഷ്യം വന്നു കേട്ടോ. നയനെ കാണാതായതിന്റെ ഒരു കുലുക്കവും ദേവനിക്കില്ല. ഇനിയും കണ്ടില്ലെങ്കിൽ പോലീസിൽ അറിയിക്കുക, അത് തന്നെയാണ് അവസാന വഴിയെന്ന് ആദർശം പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് തന്നെ നവ്യയും അഭിയുമായിട്ടും നല്ല അടിയും ബഹളമൊക്കെ ഉണ്ടാകുന്നുണ്ട്. ആ ആ ഒരു ഗുണ്ടനെ വിളിച്ചിട്ട് ഗുണ്ടനെ അഭി വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഗുണ്ടനെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയല്ലോ. അങ്ങനെ ആകെപ്പാടെ അഭി ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് അഭിയുടെ ഫോണിലേക്ക് ആ റൗഡി വിളിക്കുന്നത് കേട്ടോ. റൗഡി വിളിച്ചിട്ട് പറയണ, എന്താ അഭി സാറേ, ഞങ്ങള് ലോക്കപ്പിലായിട്ട് ഇത്ര ദിവസമായി, എന്നിട്ട് ഞങ്ങളൊരു കോള് വിളിക്കാനോ ഞങ്ങളെ ജാമ്യത്തിൽ എടുക്കാനോ സാറ് വന്നില്ലോ എന്ന് പറയുമ്പോൾ, നിന്നെ ഞാൻ എന്തിനാണ് ജാമ്യത്തിൽ എടുക്കേണ്ടത്, അവളെ നിന്നോട് കല്യാണം കഴിക്കാനാണോ ഞാൻ പറഞ്ഞത്, അവളെ കൊല്ലാനല്ലേ പറഞ്ഞത്, എന്നിട്ട് അവന് കല്യാണം കഴിച്ചിട്ട് എല്ലാം നശിപ്പിച്ചേക്കുന്നെന്ന് പറയുമ്പോൾ, എന്റെ പൊന്നു സാറേ, അത്ര നല്ലൊരു കൊച്ചിനെ നിങ്ങളല്ലേ കൊല്ലാൻ പറഞ്ഞത്, പക്ഷെങ്കില് എനിക്ക് അതിന്റെ മനസ്സൊന്നുമില്ല, ഞാൻ ആ കൊച്ചിനെ വളർത്താനോ നോക്കിയേ, പക്ഷെ ആ കൊച്ചിന് ഇഷ്ടപ്പെട്ടില്ല, അതല്ലേ എനിക്ക് സംഭവിച്ചത്, പിന്നെ എത്രയും പെട്ടെന്ന് അഭിസാറ് എന്നെ വന്ന് ജാമ്യത്തിൽ എടുക്കണം, അത് മാത്രമല്ല എനിക്ക് 25 ലക്ഷം രൂപ വേണമെന്ന് പറയുമ്പോ അഭി ചോദിക്കണം, നീ എന്താ പറഞ്ഞേ, 25 ലക്ഷം രൂപയോ, നീ എന്താ കൊച്ചു കളിക്കാണോ, ഞാനങ്ങനെ തരില്ല എന്ന് അഭി പറയുമ്പോഴേക്കും അയാൾ പറയാണ്, താൻ തരണ്ട എങ്കിൽ ഞാൻ ഈ കാര്യങ്ങൾ മൊത്തം പോലീസിനോട് പറയാം, എന്നിട്ട് ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് താൻ പറഞ്ഞിട്ട് തന്റെ ഭാര്യനെ താൻ കൊല്ലാൻ നോക്കിയെന്നും പറയാം, അങ്ങനെ ചാനലിൽ ന്യൂസിലൊക്കെ വാർത്തയാ, താൻ ജീവിതകാലം മുഴുവനും വധശ്രമത്തിന് അകത്ത് കിടന്നോളും എന്നൊക്കെ പറയുമ്പോഴേക്കും അഭി പറയണം, ഡോ താൻ എന്ത് മനസ്സാക്ഷിയില്ലാത്ത വർത്താനം പറഞ്ഞൊക്കെ ചോദിച്ചിട്ട് അഭി അയാളെ കുറെ വഴക്ക് പറയുന്നുണ്ട്. എന്നിട്ട് അഭി പറയാണ്, ശരി സമ്മതിച്ചു, താൻ പറഞ്ഞത്രയും ക്യാഷും തരാൻ പറ്റില്ല, ഞാൻ എങ്ങനെയെങ്കിലും തന്നെ ജാമ്യത്തിലെടുക്കാം, അതിന് ഞാൻ ഒരു 10 ലക്ഷം രൂപ തരുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവരെ കൊണ്ട് അതൊക്കെ സമ്മതിപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവൻ ഈ രാത്രിയിൽ പോയി സംസാരിക്കുന്ന ആരോടാണെന്ന് അറിയാൻ വേണ്ടിട്ട് നവ്യ പുറകെ വരുന്നുണ്ട് അവന്റെ. അപ്പൊ ഇങ്ങനെ ക്യാഷിന്റെ കാര്യമൊക്കെ പറഞ്ഞു കേൾക്കുമ്പം അങ്ങനെ കട്ടാക്കിയതിനു ശേഷം നവ്യ പോയി ചോദിക്കാണ്, അല്ല ആരോടോ ക്യാഷിന് തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, 10 ലക്ഷം രൂപയോ മറ്റോ, എന്തിനാ ഇപ്പൊ അത്രയും ക്യാഷിനൊക്കെ ചോദിക്കുമ്പോൾ, അതൊക്കെ നീ എന്തിനാ അറിയുന്നേ, അതിനൊക്കെ ഒരുപാട് ഇടപാടുകൾ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ, ഞാൻ നിങ്ങളുടെ ഭാര്യ, അതൊക്കെ അറിയുള്ള അവകാശം എനിക്കുണ്ടെന്ന് പറയുമ്പോൾ അഭി പറയാണ്, കൂടുതൽ ഭാര്യ ചമഞ്ഞ് എന്റെ അടുത്തേക്ക് വന്നേക്കല്ല്, നല്ല വിവാഹം കഴിച്ച് സ്വസ്ഥമായി ജീവിക്കേണ്ട ഞാനാ, നിന്നെ കെട്ടി ഇപ്പൊ ഇങ്ങനെ അനുഭവിക്കുന്നേ എന്നും പറഞ്ഞിട്ട് അഭി ദേഷ്യം പ്രാർത്ഥിക്ക് കയറി പോകുന്നുണ്ട്. നവ്യ ആണെങ്കിലും ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് അനാമികനെ നന്ദുവിനെ സീൻ കാണിക്കാണ്. അനാമിക അനി പറയുന്നുണ്ട്, അന്ന് നീ അവളെ ഇൻസൾട്ട് ചെയ്തൊക്കെ വല്ലാത്ത മോശമായി പോയി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അനാമിക പറയാണ്, നീ എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞത്, നമ്മൾ വിവാഹം കഴിക്കാൻ പോകുന്നവരല്ലേ, അപ്പൊ നമ്മളെല്ലാം സ്റ്റേജിൽ കളിക്കണ്ടേ, അതോ നീ നിന്റെ സുഹൃത്തുമായിട്ടാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. ആ മൊട്ടച്ചി എനിക്ക് കണ്ണിനെ കണ്ടെന്ന് പറയുമ്പോൾ അനി പറയാണ്, അനാമിക വേണ്ട, നിന്നെ കാണുന്നതിന് മുമ്പ് ഞാൻ അവളെ കണ്ടതാ, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് മാത്രമല്ല, അവൾ എന്റെ ചേട്ടത്തിലെ അനിയത്തി കൂടെയാ, ആ ഒരു ഓർമ്മ കൂടി നിനക്ക് വേണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ ഷോപ്പിങ്ങിനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഇവര് നന്ദുവിനെ കൂട്ടുന്നുണ്ട്. അങ്ങനെ ഇവര് രണ്ടുപേരും ഫ്രണ്ടിൽ വന്നിട്ട് നന്ദു ബാക്കിൽ ഇരിക്കുകയാണ്. അപ്പോഴേക്കും അനി പറയാണ്, അല്ല നന്ദു, നീ എപ്പോഴും ഫ്രണ്ടിലല്ലേ ഇരിക്കാറ്, ഇവിടെ ഇരിക്കണമെന്ന് ചോദിക്കുമ്പോൾ അത് അനാമികയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. നന്ദു പറയാണ്, അതൊന്നും വേണ്ട, ഞാൻ നിങ്ങൾ സ്വർഗത്തിലെ കട്ടുറുമ്പിനെ പോലെ ഇവിടെ ഇപ്പൊ ഇരിക്കുക, ഞാൻ വരേണ്ട വല്ല ആവശ്യമുണ്ടോ, ഞാൻ വീട്ടിൽ പൊക്കോളാം, എന്നെ ഇറക്കി വിട്ടേക്ക് നന്ദു അനീന്ന് പറയുമ്പോഴേക്കും അനി പറയാണ്, അതൊന്നും പറ്റില്ല, നീയായിപ്പം ഞങ്ങളുടെ കോമൺ ഫ്രണ്ട്, അതുകൊണ്ട് നീ വേണം എല്ലാം സെലക്ട് ചെയ്യാണെന്ന് അനി ഇങ്ങനെ മനസ്സിൽ പറയണം കേട്ടോ. ശരിക്കും അനിയുടെ മനസ്സിൽ നന്ദുവിന്റെ മനസ്സിൽ അനിയുമായിട്ട് ഇങ്ങനെ കിടന്ന് ഈ അനാമിക ഇടയ്ക്ക് കയറി വന്നുകൊണ്ട് രണ്ടുപേരും പ്രണയം രണ്ടുപേർക്കും പറയാൻ പറ്റുന്നത് കിടന്ന് രണ്ടുപേരും വിഷമിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഇവര് 3 പേരും കൂടി പോയി ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ തിരിച്ചു പറയാൻ നേരം അനാമിക, ദാ ഇത് നിനക്കുള്ള ഗിഫ്റ്റ് ആണെന്ന് പറയുമ്പോൾ നന്ദു ചോദിക്കാണ്, ഇതെന്താടാ വല്ല ബ്രോക്കർ കാശും ആണോ, എന്ത് നന്ദു അങ്ങനെയൊക്കെ പറഞ്ഞേ എന്ന് ചോദിക്കാണ് അനി. ഇത് നിനക്ക് ബ്രോക്കർ പൈസ ഒന്നല്ല, ഇത് ഞങ്ങളെ സ്നേഹത്തോടെ തരുന്ന അനാമിക സെലക്ട് ചെയ്ത് നിനക്ക് എന്ന് പറയുന്നുണ്ട്, മേടിക്ക് എന്ന് പറയുമ്പോഴേക്കും നന്ദു അത് മേടിച്ച് തുറന്നു നോക്കുമ്പോഴേക്കും അതൊരു സാരി ആയിരിക്കും കേട്ടോ.
ഇതെന്താ സാരിയോ? അനി, ഞാനൊന്നും ഉടുക്കാറില്ല, നിനക്ക് അറിയില്ലേ? അനാമിക പറയാണ്, നന്ദു, നീ ഇതുവരെ സാരി ഉടുത്ത് ഞാൻ കണ്ടിട്ടേ ഇല്ല, ഒരാഗ്രഹം കൊണ്ട് ഞാൻ മേടിച്ചതാ, ദയവ് ചെയ്ത് ഇല്ലെന്ന് പറയരുത്. അപ്പൊ അനി പറയാണ്, ഇന്ന് വരെ അവൾ അങ്ങനെ ഉടുത്തിട്ടില്ല, അവൾക്ക് അതൊന്നും അറിയില്ല അനാമികെ, അവൾക്ക് സാരി വേണ്ടിയിരുന്നില്ല. അനാമിക പറയാണ്, അവൾ അതൊക്കെ ഉടുത്തോളും, അവക്ക് റൊമാൻസോ സ്നേഹോ എന്താണെന്നൊന്നും അറിയില്ല എന്നൊക്കെ അനിയ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് കേൾക്കുമ്പോൾ നന്ദുന് ഒത്തിരി സങ്കടമാകുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ഗിഫ്റ്റ് കൊടുത്ത് നന്ദുനാര് പറഞ്ഞിടുമ്പം നന്ദു ഈ ഗിഫ്റ്റ് ആയിട്ട് വളരെ മാനസിക വേദനയോട് കൂടിയിട്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയനയുടെ അച്ഛനും അമ്മയും കൂടിയിട്ട് നയനയെ കാണാതെ അനന്തപുരിയിലേക്ക് വരുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ മൂർത്തിക്ക് ഒരു കോൾ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ മൂർത്തി മുത്തശ്ശിയോട് പറയാണ്, ബാ നമുക്കൊരിടം വരെ പോവാന്ന് പറഞ്ഞിട്ട്, ആരോടും പറയണ്ടെന്ന് പറഞ്ഞിട്ട് മൂർത്തി മുത്തശ്ശിയും കൂടിയിട്ട് അമ്പലത്തിലേക്ക് പോവാണ്. ഇതേ സമയത്ത് നയനോടെ കരഞ്ഞുകൊണ്ട് അമ്പലം നടത്തിന് ഇരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ മുത്തശ്ശിയൊക്കെ ചോദിക്കുന്നുണ്ട്, എന്തിനാ ഈ ഒരു കടുങ്കൈനി ചെയ്തത്? ഇന്നലെ രാത്രി മൊത്തം നിന്നെ കാണാൻ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി എന്നൊക്കെ പറയുമ്പോഴേക്കും നയന പറയാണ്, മുത്തശ്ശനും മുത്തശ്ശിയും ആ കുടുംബത്തിലുള്ള എല്ലാവരും പാവങ്ങളാ, പക്ഷെ ആ കുടുംബത്തിന് ചേർത്ത മരുമകൾ അത് ഞാനാ, അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറതാ മുത്തശ്ശ, ഇനി ഞാൻ അങ്ങോട്ടേക്ക് ഇല്ല എന്നൊക്കെ പറയാണ്. എന്താ മോളെ അതിനൊക്കെ കാരണം എന്താ ഉണ്ടായി? ഈ മുത്തശ്ശനോട് പറ. മുത്തശ്ശൻ പറയുമ്പോഴേക്കും ആദർശ് എഴുതിയ ആ ഒരു കടലാസ് എടുത്ത് മുത്തശ്ശനയിൽ കൊടുക്കുകയാണ്. അങ്ങനെ മുത്തശ്ശി അത് വായിച്ചു കഴിയുമ്പം മുത്തശ്ശന്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നു. തന്റെ അസുഖത്തിന്റെ പേരില് ആദർശ് ഇപ്പോൾ നയനോട് സ്നേഹം ഉള്ളതുപോലെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അതവൻ ആ ചീട്ടിൽ എഴുതിയിട്ടെന്നും അത് നയനെ കണ്ടുപിടിച്ചെന്നും എല്ലാ സത്യങ്ങളും മനസ്സിലാക്കുന്നുള്ള കാര്യം മുത്തശ്ശൻ മനസ്സിലാക്കുന്നുണ്ട്. മുത്തശ്ശൻ പറയാണ്, അതെല്ലാം എന്റെ ഭാര്യ തെറ്റാ. അന്ന് ഞാന് സുഖമില്ലാതെ കിടന്നപ്പം അവനും മോളുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് സത്യം മേടിച്ചു. എന്റെ സത്യത്തെ പാലിക്കാതിരിക്കാൻ അവന് സാധിക്കില്ലല്ലോ, അതുകൊണ്ട് അവന് തെറ്റ് ചെയ്തത്. മോള് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ്, മോള് വീട്ടിലേക്ക് വരണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും നയന, മുത്തശ്ശനെ ദയവ് ചെയ്ത് വിളിക്കല്ലേ, ഞാൻ ഇനി അങ്ങോട്ടേക്ക് വരില്ല, ഞാൻ എന്റെ വീട്ടിലേക്ക് പോകാൻ പോവാ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് തന്നെ നയനയുടെ അമ്മയും ഗോവിന്ദനും കനവും കൂടെ കൂടിയിട്ട് ആനന്ദപുരിയിൽ വന്നിട്ട് ദേവ്യാനയുടെ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതായത് ഞങ്ങളുടെ മോളെ കാണാനില്ല, അതായത് ആദർശ് വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് അവരോട്, അമ്മേ അങ്ങോട്ടേക്ക് നയന വന്നിട്ടുണ്ടോ എന്ന്. അപ്പൊ അവർക്ക് മനസ്സിലാകുന്നു നയന അനന്തപുരിയിൽ ഇല്ല എന്ന്. അങ്ങനെ അവർ അപ്പോ തന്നെ മോളെ കാണാനില്ലാത്തതുകൊണ്ട് തന്നെ ഓടിപ്പാഞ്ഞ് അനന്തപുരിലേക്ക് വരുന്നതാണ് കേട്ടോ. ഇവിടെ വന്ന പാടെ ദേവ്യാനി മറ്റെല്ലാരും നിർത്തിപ്പൊരിക്കുകയാണ്. കനക, എന്റെ മോളെ കണ്ടില്ലെങ്കിൽ എല്ലാവരും പേരിൽ ഞാൻ കേസ് കൊടുക്കും, നിങ്ങൾ എന്റെ മോളെ 2 പ്രാവശ്യം ഇറക്കി വിട്ടോ, ഈ തവണ ഇറക്കി വിട്ടല്ലെന്ന് ആര് കണ്ടു? എന്റെ മോളെ ഇറക്കി വിട്ടപ്പം അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണും, അല്ലെങ്കിൽ നിങ്ങളെ കൊന്നു കാണും എന്നൊക്കെ പറഞ്ഞിട്ട് കനക ഒരുപാട് അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേവ്യാനിയൊന്നും ഒരക്ഷരം മിണ്ടാൻ നിൽക്കാണ്. അപ്പോഴേക്കും ജലജ പറയാണ്, അവളെ ആരെങ്കിലും കൂടെ പോയി കാണും, അതിന് ഞങ്ങളുടെ വന്ന് ചൂടായിട്ട് വല്ല കാര്യമുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും കനകം പറയാണ്, മേലാൽ എന്റെ മോളെ കുറിച്ച് അനാവശ്യം പറഞ്ഞാൽ ആ നാക്കിനെ പിടിതെടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കനകം ദേവ്യാനോട് ചൂടാവുന്നുണ്ട് കേട്ടോ. അപ്പം ഇത്രയുമാണ് അടുത്ത ആഴ്ച വരാൻ പോകുന്ന ഈ ആഴ്ച വരാൻ പോകുന്ന എപ്പിസോഡിന്റെ റിവ്യൂ. അപ്പോൾ ഡെയിലി എപ്പിസോഡ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, വരാനിരിക്കുന്ന സ്റ്റോറീസും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. മിസ് ആവാതിരിക്കാനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.